ആത്മബലത്തിന്റെയും കൂർമ്മബുദ്ധിയുടെയും പര്യായമായ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 എന്ന വർഷം വലിയ മാറ്റങ്ങളുടെയും വഴിത്തിരിവുകളുടെയും കാലമാണ്. ആ മാറ്റങ്ങളുടെ വേഗത കൂടുന്ന നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാന പല തീരുമാനങ്ങളും കൈക്കൊള്ളേണ്ടി വരുന്ന ഒരു മാസമാണ് 2026 മാർച്ച്. ബുധൻ ഭരണാധിപനായ സർപ്പദൈവങ്ങളുടെ അനുഗ്രഹമുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് സാധാരണയായി ഒരു പ്രത്യേക കാന്തിക ശക്തിയുണ്ടാകും. നിങ്ങളുടെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടാകും, തീരുമാനങ്ങളിൽ ഉറച്ച നിലപാടുകൾ ഉണ്ടാകും. എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങളുടെ ആഴത്തിലുള്ള ചിന്തകളും രഹസ്യാത്മകമായ സ്വഭാവവും മറ്റുള്ളവർക്ക് നിങ്ങളെ മനസ്സിലാക്കുന്നതിന് തടസ്സമാകാറുണ്ട്. എന്നാൽ ഈ മാർച്ച് മാസം നിങ്ങളിലെ ഒളിഞ്ഞിരിക്കുന്ന പ്രതിഭയെ പുറത്തെടുക്കാനും ലോകത്തിനു മുന്നിൽ സ്വയം അടയാളപ്പെടുത്താനുമുള്ള അവസരമാണ് ഒരുക്കുന്നത്. കാലചക്രത്തിന്റെ കറക്കത്തിൽ ഓരോ മാസത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. 2026 മാർച്ച് മാസത്തിലെ ആയില്യം നക്ഷത്രക്കാരുടെ ഗ്രഹനിലകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഇത് നിങ്ങളുടെ കഴിവ് തെളിയിക്കലിന്റെ മാസമാണ്. കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസികമായ വീർപ്പുമുട്ടലുകൾക്കും സാമ്പത്തികമായ എടുക്കങ്ങൾക്കും ഒരു അയവ് വരാൻ പോകുന്ന സമയമാണ്. ഒരു സർപ്പം പടം പൊഴിക്കുന്നത് പോലെ പഴയ പരാജയങ്ങളെയും നിരാശകളെയും ദൂരെ എറിഞ്ഞ് പുതിയൊരു ഊർജ്ജത്തോടെ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ കേവലം പുറമേ നിന്ന് കാണുന്ന ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ ചിന്താഗതിയിലും ജീവിത വീക്ഷണത്തിലും ഉണ്ടാകുന്ന വലിയൊരു പരിവർത്തനമാണ്. തൊഴിൽ മേഖലയിൽ നിങ്ങൾ നേരിടുന്ന അനിശ്ചിതത്വങ്ങൾ ഈ മാസം അവസാനിക്കും. ആയില്യം നക്ഷത്രക്കാരുടെ തനതായ സവിശേഷമായ തന്ത്രപരമായ നീക്കങ്ങൾ പ്രാവർത്തികമാക്കേണ്ട സമയമാണിത്. ജോലിസ്ഥലത്തെ ശത്രുക്കളെ എങ്ങനെ മിത്രങ്ങളാക്കാമെന്നോ അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങളെ എങ്ങനെ നിഷ്പ്രഭമാക്കാമെന്നോ ഉള്ള ഉൾക്കാഴ്ച നിങ്ങൾക്ക് ഈ മാസം ലഭിക്കും. സാമ്പത്തികമായി കയ്യിൽ വരുന്ന പണം കൃത്യമായി വിനിയോഗിക്കാൻ പഠിച്ചാൽ വരും കാലത്തേക്ക് വലിയൊരു കരുതിവെപ്പ് നടത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന മാസമാണിത്. കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ ആയില്യം നക്ഷത്രക്കാർക്ക് പലപ്പോഴും ഒരു പരാതി ഉണ്ടാകാറുണ്ട്: ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എത്ര ചെയ്താലും ആരും അത് തിരിച്ചറിയുന്നില്ല എന്ന്. എന്നാൽ ഈ മാർച്ച് മാസം നിങ്ങളുടെ ആത്മാർത്ഥത കുടുംബാംഗങ്ങൾ തിരിച്ചറിയുന്ന കാലമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പുതിയൊരു പ്രണയകാലം വിരിയുന്നതിനും മക്കളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിനും ഈ മാസം സാക്ഷ്യം വഹിക്കും. മനസ്സിന്റെ സമാധാനമാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം. ഭൗതികമായ നേട്ടങ്ങൾക്കിടയിലും നിങ്ങളുടെ മനസ്സൊരു പ്രത്യേക ആത്മീയ ശാന്തി തേടും. ആയില്യം നക്ഷത്രക്കാരുടെ ജന്മസിദ്ധമായ ഉൾപ്രേരണകൾ ഈ മാസം വളരെ ശക്തമായിരിക്കും. നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ചില മുൻകരുതലുകൾ എടുക്കേണ്ടി വരുമെങ്കിലും വലിയ പ്രതിസന്ധികൾ ഈ മാസം കാണുന്നില്ല. നിങ്ങൾ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരാണോ എങ്കിൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ കാത്തുവച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്ന യുവാക്കൾ, ബിസിനസ്സിൽ പരാജയം നേരിടുന്നവർ, ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾ അനുഭവിക്കുന്നവർ, ആരോഗ്യ പ്രശ്നങ്ങളാൽ ഉഴലുന്നവർ, ഇവർക്കെല്ലാം ഈ മാർച്ച് മാസഫലം ഒരു വഴികാട്ടിയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ കരുനിഴലുകൾ നീങ്ങി പ്രകാശം പരക്കുന്ന ഈ സുന്ദരമായ മാസത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി ഓരോ മേഖലയെയും വേർതിരിച്ച് നമുക്ക് പരിശോധിക്കാം. തൊഴിൽ മേഖലകൾ നോക്കുമ്പോൾ ഓഫീസുകളിൽ അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ ജോലിഭാരം അല്പം കൂടുതലായി അനുഭവപ്പെടുമെങ്കിലും അത് നിങ്ങളുടെ കരിയറിലെ വളർച്ചയ്ക്ക് കാരണമാകും. മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റാൻ സാധിക്കും. എന്നാൽ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ചെറിയ തോതിലുള്ള മത്സരങ്ങളോ അസൂയയോ നേരിടേണ്ടി വന്നേക്കാം. രഹസ്യ ശത്രുക്കളുടെ നീക്കങ്ങളെ കരുതിയിരിക്കണം. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് തൊഴിലിടത്തിലെ സുഗമമായ യാത്രയ്ക്ക് അത്യാവശ്യമാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയോടെ അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തികമായി ലാഭകരമായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. എങ്കിലും പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കരാറുകൾ ഒപ്പിടുമ്പോഴും സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും അതീവ ജാഗ്രത പാലിക്കണം. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഓർഡറുകൾ വർദ്ധിക്കാനും ലാഭം കൊയ്യാനും സാധിക്കും. മാർക്കറ്റിംഗ് രംഗത്തുള്ളവർക്ക് തങ്ങളുടെ വാക്ചാതുര്യം കൊണ്ട് പുതിയ ക്ലയന്റുകളെ കണ്ടെത്താൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ അതിനായി ശ്രമിക്കുന്നവർക്കോ ഈ മാസം ഗുണകരമാണ്. വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങും. തൊഴിൽപരമായ യാത്രകൾ ഈ മാസം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ 2026 മാർച്ച് മാസം ആയില്യം നക്ഷത്രക്കാർക്ക് മിതമായ ഫലങ്ങളാണ് നൽകുന്നത്. വരവും ചെലവും ഒരേപോലെ നീങ്ങുന്ന ഒരു മാസമായിരിക്കും ഇത്. സ്ഥിരമായ വരുമാനത്തിന് പുറമെ അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരാൻ സാധ്യതയുണ്ട്. മുൻപ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും. പിതൃസ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ അവ പരിഹരിക്കപ്പെടാനും നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതിനോ ആയി പണം ചെലവാക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചെലവാക്കുന്നത് നിയന്ത്രിക്കേണ്ടതുണ്ട്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾക്കായി ചെറിയ തുകകൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ ഭാഗ്യം പരീക്ഷിക്കുന്നവർ ഈ മാസം അമിത സാഹസത്തിന് മുതിരരുത്. ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിന്റെ മധ്യത്തോടെ നല്ല അവസരങ്ങൾ ലഭിക്കും. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ മാസം പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും.
കുടുംബത്തിൽ ഈ മാസം സന്തോഷവും സമാധാനവും നിലനിൽക്കും. എങ്കിലും ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര ധാരണ വർദ്ധിക്കും. കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ മാറി പ്രണയപൂർണമായ അന്തരീക്ഷം സംജാതമാകും. പങ്കാളിയുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ ലഭിക്കും. എന്നാൽ പുറത്തു നിന്നുള്ളവരുടെ ഇടപെടലുകൾ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം. മാസത്തിന്റെ അവസാന വാരത്തിൽ ദമ്പതികൾ ഒന്നിച്ച് യാത്ര പോകാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഉണ്ടായിരുന്ന ഉത്കണ്ഠകൾക്ക് പരിഹാരമാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെങ്കിലും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങില്ല. ബന്ധുക്കളുടെ സന്ദർശനം മനസ്സിന് സന്തോഷം നൽകും. പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. ബന്ധം വിവാഹത്തിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾ ആരംഭിക്കാൻ സാധിക്കും. എങ്കിലും അനാവശ്യമായ സംശയങ്ങൾ ഒഴിവാക്കുന്നത് ബന്ധം ദൃഢമാക്കാൻ സഹായിക്കും. മാനസികമായ സമാധാനത്തിനായി ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് ഉചിതമായിരിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥയാത്രകൾ നടത്താനും ഈ മാസം അവസരം ലഭിക്കും. കുലദൈവ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും സമയം കണ്ടെത്തും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുന്നത് വഴി നിങ്ങൾക്ക് വലിയ മാനസിക സംതൃപ്തി ലഭിക്കും. പ്രധാനമായും ഉദരസംബന്ധമായ അസുഖങ്ങളോ ദഹന പ്രശ്നങ്ങളോ അലട്ടാൻ സാധ്യതയുണ്ട്. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. അമിതമായ ജോലിഭാരം മൂലം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. ഇത് ഉറക്കക്കുറവിനും മറ്റ് അസ്വസ്ഥതകൾക്കും കാരണമായേക്കാം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ശ്രദ്ധിക്കണം. ചർമ്മ സംബന്ധമായ അലർജികൾ ഉള്ളവർ ജാഗ്രത പാലിക്കണം. പതിവായ വ്യായാമം ഊർജ്ജസ്വലത നിലനിർത്താൻ സഹായിക്കും. പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. പഠനത്തിൽ ചെറിയ മടുപ്പ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും അത് തരണം ചെയ്യണം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത്. ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരസ്ഥലങ്ങളിലോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ രേഖകൾ ശരിയാക്കാൻ ഈ മാസം സാധിക്കും. കലാരംഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് പുതിയ അവസരങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ പദവിയും അന്തസ്സും വർദ്ധിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ജനപിന്തുണ ലഭിക്കും. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും. എന്നാൽ പുതിയ ആളുകളെ വിശ്വസിക്കുമ്പോൾ ഒരകലം പാലിക്കുന്നത് നല്ലതാണ്. വാഹനം ഉപയോഗിക്കുന്നവർ വേഗത നിയന്ത്രിക്കണം. ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കുക. പുതിയ വസ്തുവോ വീടോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് കരാറുകളിൽ പുരോഗതിയുണ്ടാകും. നിയമപരമായ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ആയില്യം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഈ മാസം കുടുംബ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ കാണിക്കരുത്. കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേദികൾ ലഭിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആയില്യം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ഈ മാസം അത് നിയന്ത്രിച്ചില്ലെങ്കിൽ പല ബന്ധങ്ങളിലും വിള്ളലുകൾ വീഴാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പദ്ധതികൾ എല്ലാവരോടും തുറന്നു പറയാതിരിക്കുക. കാര്യങ്ങൾ പൂർത്തിയായ ശേഷം മാത്രം മറ്റുള്ളവരെ അറിയിക്കുക. ആരോഗ്യത്തിന് മുൻഗണന നൽകി സസ്യാഹാരം ശീലിക്കുന്നത് ഈ മാസം കൂടുതൽ ഗുണകരമായിരിക്കും. ആയില്യം നക്ഷത്രത്തിന്റെ അധിപൻ സർപ്പദൈവങ്ങളാണ്. അതിനാൽ ഈ മാസം ഏതെങ്കിലും ഒരു ബുധനാഴ്ച സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും 100 പാലും വഴിപാട് നടത്തുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ബുധനാഴ്ചകളിൽ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ഭാഗ്യം വർദ്ധിപ്പിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ ആയില്യം നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് മാസം പുരോഗതിയുടെയും തിരിച്ചറിവുകളുടെയും മാസമാണ്. ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ ആത്മവിശ്വാസവും ബുദ്ധിശക്തിയും കൊണ്ട് അവയെ മറികടക്കാൻ സാധിക്കും. കുടുംബത്തിന്റെ പിന്തുണയും ഈശ്വരാധീനവും നിങ്ങളെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കും. അനാവശ്യമായ ചിന്തകൾ ഉപേക്ഷിച്ച് കർമ്മരംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും.